ആലങ്ങാട് സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ദർശന തിരുനാൾ നവംബർ 5 മുതൽ 13-ാം നൂറ്റാണ്ടിലാണ് ആലങ്ങാട് രാജകുടുംബത്തിന്റെ സംരക്ഷണയിൽ ദേവാലയം പണി കഴിപ്പിച്ചത്. തിരുനാൾ ദിവസങ്ങളിൽ അമ്പെടുത്തു വെക്കുന്നതിനും പൂവൻകുല നേർച്ചയ്ക്കും സൗകര്യമുണ്ടായിരിക്കുമെന്ന് പള്ളി വികാരി ഫാദർ പോൾ ചുള്ളി അറിയിച്ചു. പാലവി ഭാഷയിലുള്ള രേഖയോടുകൂടിയ പുരാതനമായ മാർത്തോമാ കുരിശ്, മാർ ജോസഫ് കരിയാറ്റി റോമിൽ നിന്ന് കൊണ്ടുവന്ന മാതാവിന്റെ തിരുമുടി എന്ന അത്യപൂർവ തിരുശേഷിപ്പ്, പോർച്ചുഗൽ രാജ്ഞി ലിസ്ബണിൽ മാർ കരിയാറ്റിക്ക് സമ്മാനിച്ച മണിക്കായും അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടമടക്കം ചെയ്ത കബറിടവും ആലങ്ങാട് സെന്റ് മേരീസ് ദേവാലയത്തിലെ സവിശേഷതയാണ്. പള്ളിയിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ദർശന തിരുനാളും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പ് തിരുനാളും ഡിസംബർ 5 മുതൽ 8 വരെയാണ് നടത്തുന്നത്. തിരുനാൾ ദിനങ്ങളിൽ കുർബാന, പ്രദക്ഷിണം, കലാസന്ധ്യ, തിരുവെഞ്ചരിപ്പും തിരുമുടിയെടുക്കലും എഴുന്നള്ളിപ്പും, വെടിക്കെട്ട്, ശിങ്കാരിമേളം, ബാൻഡ് മേളം എന്നിവയും നടക്കും. തിരുനാൾ ദിനമായ 7-8 ദിവസങ്ങളിൽ അമ്പെടുത്തു വെക്കുന്നതിനും പൂവൻകുല നേർച്ചയ്ക്കും സൗകര്യമുണ്ടായിരിക്കുമെന്ന് സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ പോൾ ചുള്ളി, കൺവീനർ, ജോയിന്റ് കൺവീനർ എന്നിവർ ചേർന്ന് അറിയിച്ചു. പ്രധാനപ്പെട്ട തിരുനാൾ എന്ന് പറയുന്നത് 7-8 ദിവസങ്ങളിലാണ്. 8-ാം തീയതിയാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാള് ദർശന തിരുനാളായിട്ട് ആഘോഷിക്കുന്നത്. ഈ തിരുനാളിന് തിരുമുടി തിരുനാൾ എന്നും കൂടി പറയും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മുടിയുടെ ഒരു കഷ്ണം ഇവിടെ പരിശുദ്ധമായ അർലക്കയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. തിരുമുടി തിരുനാൾ ദിവസമായ ഡിസംബർ 8-ാം തീയതിയാണ് ഈ അർലക്ക പരസ്യമായിട്ട് വണങ്ങുന്നതിനും തൊട്ടുമുട്ടുന്നതിനുമുള്ള അനുവാദം ഉണ്ടായിരിക്കുക. ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ അർലക്ക പുറത്തെടുക്കുകയുള്ളൂ. ബാക്കി എല്ലാ ദിവസവും കൂട്ടി ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. 1300 AD-ലാണ് ഈ പള്ളി ഇവിടെ ആരംഭിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ 725-ാമത്തെ വാർഷികമാണ് ഈ വർഷം. 313 വനിതകളാണ് ഈ വർഷത്തെ തിരുനാൾ ഏറ്റുകഴിക്കുക. 5-ാം തീയതി കൊടിയേറുന്നതോടുകൂടി എല്ലാ ദിവസവും വൈകിട്ട് ആഘോഷമായ ദിവ്യബലിയും അതോടനുബന്ധിച്ചുള്ള കലാപരിപാടികളും ഈ ദേവാലയ അങ്കണത്തിൽ അരങ്ങേറുകയാണ്. ന്യൂസ് ബ്യൂറോ, പറവൂർ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.